ഹലോ! എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹോം ടൂർ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സ്വന്തം വീടൊന്നുമല്ല. റെന്റഡ് ഹൗസ് ആണ്. പക്ഷേ അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചു. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇപ്പം സ്പ്രിംഗ് ആയപ്പോഴത്തേക്കും നിറയെ പൂക്കളൊക്കെ വന്ന് തുടങ്ങി. മറ്റേതെല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുമായിരുന്നു. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഹോപ്പേഴ്സ് ക്രോസിങ്ങിൻ്റെ സ്കൂൾ ഗ്രൗണ്ട്. പിന്നെ സൈഡിലും ഇങ്ങനെ കുറേ ചെടികളൊക്കെ വച്ചിട്ടുണ്ട്. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ബിന്ന് കാണാം കേട്ടോ. ഇവിടെ എല്ലാം അതാണ് ആദ്യം നമ്മൾ കാണുന്നത് കയറി ചെല്ലുമ്പോൾ. പിന്നെ ഇത് ഗാർഡനിലേക്കുള്ള ആക്സസ് ആണ്. ഇത് വീടിൻ്റെ അകത്തേക്കുള്ള ആക്സസ്. ആദ്യമേ സെക്യൂരിറ്റി ഡോർ ഉണ്ട്, പിന്നെ മെയിൻ ഡോറ്. കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു വലിയ മിററാണ്. ഇതൊരു കബേർഡാണ്. അവർ ഫുൾ മിററിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വരുമ്പോഴും നമ്മളെ ഫുള്ളായിട്ട് കണ്ടിട്ട് കയറാം. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മളിങ്ങനെ റാക്ക് പോലെയുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഷൂസ് എല്ലാം വെക്കുന്നത്. റൈറ്റ് സൈഡിൽ ഹാങ്ങേഴ്സ് ഇടാനുള്ള സ്പേസ് ആണ്. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റൊക്കെ അവിടെ തൂക്കിയിടും. ഇതൊന്നും നമ്മൾ തപ്പിപ്പോണ്ട, അവിടെ തന്നെ ഇടുമ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഇട്ടിട്ട് പോകാൻ എളുപ്പമാണ്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു എൽ ഷേപ്പിലുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇവർക്ക്. അതിൻ്റെ അകത്ത് ഒരു വലിയ കൗച്ച്, ആക്ച്വലി ഫുൾ സ്പേസും കവർ ചെയ്യുന്ന പോലത്തെ ഒരു കൗച്ചാണ്. അവിടെ ഒരു റോക്കിംഗ് ചെയർ ഉണ്ട്. പിന്നെ ഈ കൗച്ച് ഞങ്ങളുടെ മുന്നേ താമസിച്ചിരുന്നവർ സെയിലിനിട്ടത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയത്. പിന്നെ ഒരു ചെറിയൊരു ടീപ്പോയും ടി വിയും മാത്രമേ ഉള്ളൂ. പിന്നെ ലിവിങ് സ്പേസിൽ നിന്നും കയറി വരുന്ന സ്ഥലത്തുനിന്നും നമുക്ക് ആക്ച്വലി കിച്ചണിലേക്ക് ആക്സസിബിൾ ആണ്. കിച്ചൺ അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ട് നിറയെ കബേർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല കിച്ചണാണ്. ഇവിടെ ആക്ച്വലി ഫ്രിഡ്ജ് വെക്കേണ്ട സ്പേസ്, ഞങ്ങളുടെ ഫ്രിഡ്ജിന് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് മാറ്റി. അത്യാവശ്യം എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നടുക്കുള്ള ആ ടേബിളൊക്കെ അവരുടെ ഓണറിൻ്റെ തന്നെയാണ്. അവനുണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റവിൻ്റെ മേലെയാണ് ഞാൻ എൻ്റെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഐറ്റംസ് എല്ലാം വെക്കുന്നത്. എനിക്ക് പെട്ടെന്ന് എടുക്കാനുള്ള സൗകര്യത്തിന്. പിന്നെ താഴെ ഞാൻ കുറച്ച് പയറ്, പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ 2 കുഞ്ഞ് സ്റ്റാൻഡിൽ ഞാൻ പഞ്ചസാര, ഉപ്പ്, കാപ്പിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രം കഴുകുന്ന ഏരിയ, പാത്രം വെക്കുന്ന സ്ഥലം. അങ്ങനെ അത്യാവശ്യം സ്പേഷ്യസ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം എടുത്ത് വെക്കാം. ഇത് ഡൈനിങ് ടേബിളാണ്. അവിടെ നിന്ന് പുറത്തേക്ക് വ്യൂ ആണ്. നമുക്ക് പുറത്ത് ഒരു ഡൈനിങ്ങും വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആക്ച്വലി ഈ റൂമിനെ നമ്മളൊരു സ്റ്റഡി അല്ലെങ്കിൽ എന്താണ് വർക്ക് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഒരു ടേബിളും ചെയറും മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ കുഞ്ഞു പൂജാ റൂമും. ഇത് ആക്ച്വലി സെക്കൻഡ് ലിവിങ് ആണ്. ഞങ്ങളിവിടെ ആക്ച്വലി ഇവിടെ കൗച്ച് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ ഡൈനിങ് ചെയറിൻ്റെ 2 എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്നും പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ വരുമ്പോൾ കാണുന്നത് ഈ ഒരു കബേർഡാണ്. ഈ കബേർഡിനകത്ത് നമുക്ക് എക്സ്ട്രാ വരുന്ന ഐറ്റംസൊക്കെ വെക്കാൻ ഭയങ്കര സൗകര്യം. ആക്ച്വലി കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമാണ്. ഇത് ഗസ്റ്റ് റൂമായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സൈഡിൽ പുറത്ത് ആദ്യം ബാത്റൂമുണ്ട്. ഇവിടെ ഷവർ ഏരിയയും ടബും ഒക്കെ ആയിട്ട് ബാത്റൂം. ടോയ്ലറ്റ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ടോയ്ലറ്റും ബാത്റൂമും സെപ്പറേറ്റ് ആണ്. ഇതാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് സ്പേസ് ഭയങ്കര ചെറുതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ടോയ്ലറ്റ് മാത്രം ആയതുകൊണ്ട് അത് സഫിഷ്യൻ്റ് ആണ്. ഒരു ചെറിയ വാഷ് ബേസിനും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ലോണ്ട്രി റൂമാണ്. അതും അത്യാവശ്യം സ്പേസ് കൊടുത്ത് ഡ്രയറും വാഷിംഗ് മെഷീനും ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ ഒരു കബേർഡും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഷിംഗ് ലിക്വിഡോ സോപ്പ് പൗഡറോ എല്ലാം അതിൻ്റെ അകത്ത് വെക്കാം. ഞാനൊരു ലോണ്ട്രി ബാസ്ക്കറ്റും അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് മോളുടെ റൂം. എനിക്ക് തോന്നുന്നു അവർക്കും പെൺകുട്ടി ആയിരുന്നു കാണണം. അതുകൊണ്ടാണ് ആ വാളിൽ അങ്ങനത്തെ പെയിൻറ്റിങ്സ് ഒക്കെ ഒരു ഗേളി കളറിലുള്ള പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ മോൾക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവളുടെ റൂം സെറ്റ് ചെയ്തു. ടോയ്സും അവിടെ ഇവിടെ വലിച്ചിടാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് അവളുടെ റൂമിൽ ഇരുന്ന് കളിക്കാനായിട്ട്. പിന്നെ ഇതാണ് മെയിൻ മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ അകത്ത് ഒരു വലിയ കബോർഡാണ്. നമ്മുടെ അത്യാവശ്യം എല്ലാ ക്ലോത്ത്സും അതിൻ്റെ അകത്ത് ഫിറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് നമുക്കൊരു ബാത്റൂം വരുന്നുണ്ട്. ഇത് ബാത്റൂമും ടോയ്ലറ്റും ഒന്നിച്ചാണ്. റൈറ്റ് സൈഡിൽ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഷവർ ഏരിയ ഉണ്ട്. ചെറുതാണ് മറ്റതിനെ കമ്പയർ ചെയ്ത്, പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് കറക്റ്റാണ്. പിന്നെ ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഈ
നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നാരങ്ങാമരം ഞാൻ വേറൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബാർബക്യൂ സ്പേസ് ഉണ്ട്. നല്ല നമ്മുടെ ബുദ്ധനുണ്ട് അവിടെ. അതൊരു ഫൗണ്ടൻ ആണ് കേട്ടോ ബുദ്ധൻ. അതിലിങ്ങനെ സ്വിച്ച് ഇട്ടാൽ വെള്ളം വരും. പിന്നെ ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് റൈറ്റിലേക്കും ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അവർ തുണിയൊക്കെ ഉണക്കാനുള്ളതേ ഈ സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ കറിവേപ്പ് നിൽപ്പുണ്ട്. ഇതൊരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഷെഡോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ ഉമ്മ.